നിങ്ങളിലുള്ള സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറും 7 സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വണ്ണാണ് റിസർച്ച് ദ പ്രോബ്ലം. അഥവാ നിങ്ങൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലം ആൾക്കാർ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണോ? ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണ് റെഡിറ്റ്, ക്വോറ, ഫോറംസ്, പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ. ഇതിലൊക്കെ ആൾക്കാർ എന്തെങ്കിലും കംപ്ലയിൻസ് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ബെറ്റർ ആക്കിയിട്ട് വേണമെങ്കിൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ആണ് ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അഥവാ മാർക്കറ്റിലുള്ള എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് പെട്ടെന്ന് ആരാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കണം. തേർഡ് വൺ ആണ് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണോ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആ പ്രൊഡക്റ്റിന്റെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് സൈനപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ യൂസേഴ്സിനോട് പറയാം. ഫോർത്ത് വൺ ആണ് ഈ ലാൻഡിംഗ് പേജിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ആഡ് റൺ നിങ്ങൾക്ക് മെറ്റാ ആഡ്സോ ഗൂഗിൾ ആഡ്സോ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യണം. വൺസ് ഈ ആഡ് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡാറ്റാസ് എടുത്ത് നോക്കാൻ പറ്റും. എത്ര പേര് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പേര് സൈനപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മാർക്കറ്റിംഗിന്റെ അനാലിറ്റിക്സ് ഒക്കെ. ഫിഫ്ത്ത് വൺ ആണ് കോൾഡ് ഔട്ട്റീച്ച് ചെയ്യുക. 20-30 ആൾക്കാർ അല്ലെങ്കിൽ 50 ആൾക്കാരെ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തതിന് ശേഷം എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ആ പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലെങ്കിൽ ബാഡ് ഐഡിയ ആണോ എന്നുള്ളത് അവരായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും. വൺസ് അവരുടെ റെസ്പോൺസ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഐഡിയ ഫീസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. സിക്സ്ത് വൺ ആണ് നിങ്ങളെ ലാൻഡിംഗ് പേജിലേക്ക് സൈനപ്പ് ചെയ്ത് ഓരോ കസ്റ്റമേഴ്സിനെയും നിങ്ങൾ പോയി സംസാരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർ ഇതിലേക്ക് സൈനപ്പ് ചെയ്തത്, ഇതിൽ അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, എന്താണ് ഇഷ്ടപ്പെടാത്തത്, അതിനു പുറമെ ഈ ഒരു സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ ലോഞ്ച് ചെയ്താൽ അവർ അത് വാങ്ങോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചതിന് ശേഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെവൻത്ത് സ്റ്റേജ് ആണ് ഡിസിഷൻ. ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങളുടെ ലാൻഡിംഗ് പേജിലേക്ക് വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ഒരു ട്രാക്ഷൻ്റെ അടയാളമാണ്. പക്ഷേ നിങ്ങൾ കസ്റ്റമേഴ്സിനായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിവറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐഡിയയിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ.